പിഴച്ചുപെറ്റ സന്തതിയെ തള്ള കൊന്നു. നിങ്ങളുടെ നിഗമനം കൊള്ളാം. ഞാൻ ഇന്നും അവിവാഹിതയെ കഴിയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സന്യാസിനിയാകാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അറിഞ്ഞൊരു പുരുഷനെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും അവിവാഹിതയായി കഴിയുന്നത്. സോറി, എന്റെ ഒരു സംശയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ കത്തിൽ പാവണ്ണി സൂചിപ്പിച്ചിട്ടുള്ള രഹസ്യം എന്താണ്? എനിക്കറിയില്ല. ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ കത്ത് പോലീസിനെ ഏൽപ്പിക്കും. എന്നെ പോലെ ആയിരിക്കില്ല അവർ ചോദിക്കുന്നത്. എല്ലാത്തിനും തൂത്തുവാരി കൊണ്ടുപോകും. എന്നെ കൊണ്ട് ജയിക്കണോ? മേനോന്റെ മകളാണോ രാജി? എന്താണെങ്കിലും പറഞ്ഞോ. പാവുണ്ണിക്ക് എല്ലാ മാസവും ചേട്ടൻ പൈസ കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാ കൊടുക്കുന്നതെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചുമില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ചേട്ടൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു കൺഫെഷൻ പോലെ. എന്റെ ചേട്ടന്റെ ഭാര്യയുടെ മരണം സ്വാഭാവിക മരണമാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ എന്റെ ചേട്ടൻ തന്നെയാണ് അവരെ കൊന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പത് സംഭവിച്ചു. അന്ന് ലതയ്ക്കും മാലിനിക്കും 8-9 വയസ്സായിരുന്നു. ഊട്ടിയിൽ ബോർഡിംഗ് പഠിക്കുന്ന കാലം. ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ലെക്ചറായിരുന്നു. ചേട്ടന്റെ അടുത്ത സുഹൃത്തും ചേട്ടത്തിയും തമ്മിൽ നടന്ന അവിഹിത ബന്ധം എന്റെ ചേട്ടൻ കാണാനിടയായി. സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട ചേട്ടന്റെ പെരുമാറ്റം ചേട്ടത്തിയുടെ മരണത്തിൽ കലാശിച്ചു. അന്ന് ചേട്ടൻ എല്ലാ തലത്തിലും നല്ല സ്വാധീനമായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും വേണ്ടി വന്നില്ല. ചേട്ടത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തെന്ന് എല്ലാവരും വിശ്വസിച്ചു. ചേട്ടൻ എന്നോട് ഈ സത്യം പറയുന്നതുവരെ ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ അന്ന് ചേട്ടന്റെ ജോലിക്കാരനായിരുന്ന പാവുണ്ണിക്ക് മാത്രം സത്യം അറിയായിരുന്നുള്ളൂ. അവന്റെ നാവടക്കാൻ വേണ്ടി അവൻ എല്ലാ മാസവും ചേട്ടനൊരു തുക നൽകി വന്നു. 500 തുടങ്ങി അത് 1500 രൂപ വരെ എത്തി. കുറച്ചു വർഷത്തിന് ശേഷം പാവുണ്ണി പിരിഞ്ഞുപോയി. പക്ഷെ എല്ലാ മാസവും ചേട്ടൻ അവന് പൈസ അയച്ചു കൊടുത്തിരുന്നു. തനിക്ക് തന്നുകൊണ്ടിരുന്ന പൈസ മേലിൽ തന്റെ മകൾ രാജിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പാവുണ്ണി കത്തയച്ചു അല്ലേ? എനിക്കറിയില്ല. ചേട്ടൻ അതേക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞില്ല. തന്നെ കുറിച്ചുള്ള രഹസ്യം ആരോടും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ പാവുണ്ണിക്ക് പതിവായി പുള്ളി പൈസ അയച്ചുകൊണ്ടിരുന്നത്? 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെളിവുമില്ലാതെ തേച്ചു മായ്ക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് പാവുണ്ണി പറഞ്ഞ ആര് വിശ്വസിക്കും? ഇനി പറഞ്ഞാൽ തന്നെ നിയമപരമായിട്ട് എന്ത് നടപടിയെടുക്കാൻ പറ്റും? നിയമത്തെ അല്ലായിരുന്നു ചേട്ടന് പേടി, മക്കളെയായിരുന്നു. അമ്മയെ കൊന്നത് അച്ഛനാണെന്ന് ലതയും മാലിനി അറിഞ്ഞാൽ അതായിരുന്നു ചേട്ടന്റെ പേടി. രാജിയും സുരേഷും ഈ രഹസ്യം പുറത്താക്കുമോ എന്ന് ഭയന്ന് ചേട്ടൻ തന്നെ അവരെ... തനിയെ ഒരു ചൂട് പോലും നടക്കാൻ സാധിക്കാത്ത ചേട്ടനോ? പൈസ കൊടുത്ത ഒരു വാടക കുലാളിയെ കിട്ടാനാണോ ഈ നാട്ടിൽ പഞ്ഞം? താൻ മരിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പായതിനു ശേഷമാണ് ചേട്ടൻ ഒരു കൺഫെഷൻ പോലെ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. ചേട്ടനാണ് അവരുടെ മരണത്തിന് ഉത്തരവാദിയെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതും എന്നോട് പറയുമായിരുന്നില്ലേ? പറയുമായിരുന്നു. ചേട്ടൻ നേരിട്ടാണത് ചെയ്തതെങ്കിൽ. രണ്ടാമതൊരാളുടെ സഹായത്തോടെയാണ് ചെയ്തതെങ്കിൽ എങ്ങനെ പറയും? അയാൾ കൊടുങ്ങില്ലേ? എനിക്കറിഞ്ഞൂടാ. ഞാനിനി എന്ത് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരൊറ്റ മറുപടി പറയൂ. ഇതേക്കുറിച്ചൊന്നും ലത അമ്മയോട് ചോദിക്കാൻ നിൽക്കണ്ട. ആരോടും പറയാൻ വേണ്ട. ശരി. ലതയുടെ അച്ഛനെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരാളുടെ സഹായം അച്ഛൻ തേടിയിരിക്കും. അയാൾ ആരാണെന്ന് അറിയുന്നവരെ ലത സൂക്ഷിക്കണം. ഞാനിത് പറയാൻ കാരണം ആരോടും പറയരുതെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യം ലത തന്നെ പലരോടും പറഞ്ഞു. അതുകൊണ്ടാ. എന്തിനാ മാലിനിയോട് പറഞ്ഞത്? മാലിന് പറഞ്ഞ ഡോക്ടർ മോഹൻ പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ഇത് പോലീസിന്റെ ചെവിയിലെത്തിയ പിന്നെ എന്നെ പഠിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയേണ്ടി വന്നു. പറയേണ്ടി വന്നോ? അതെ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. 4-5 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരാളുടെ രാജിയെ കൊന്നത് ഞാനാണെന്ന് അയാൾക്ക് അറിയാമെന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ മരിച്ച ദുഃഖം കഴിയട്ടെ, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. മാലിനി അവളുടെ മുറിയിലെ പാരലൽ ഫോണിലൂടെ അത് കേട്ടു. അവൾ നിർബന്ധിച്ചപ്പോ എനിക്കെല്ലാം പറയേണ്ടി വന്നു. എന്തുകൊണ്ട് ഫോൺ വന്നവരെ എന്നോട് പറഞ്ഞില്ല? ഞാനാണ് ആ ബ്ലാക്ക് മെയിലർ ഒന്നും ലത കരുതിയോ? പറയൂ. എനിക്ക് എല്ലാവരെയും ഭയമാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ.
എന്തിനാ കരയുന്നത്? ഞാൻ ലതയെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. നമുക്ക് പോവാം. ഉം? മാലിനിയും ഡോക്ടർ മോഹനും തമ്മിൽ എങ്ങനെ ഇഷ്ടമാണോന്നാ ഞാൻ ചോദിച്ചത്. മോഹന് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഐ ഡോണ്ട് മീൻ ദാറ്റ് ഇഷ്ടം. ഐ ലവ് സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. മോഹനാണെങ്കിൽ എലിജിബിൾ ബാച്ചിലർ, കാണാൻ നല്ല സുമുഖൻ, നല്ല ജോലി, അതുകൊണ്ട് ചോദിച്ചാ. മോഹന് മാലിനിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളെന്തോ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ? മാലിനിക്ക് വേറെ വല്ല ലവ് അഫെയറും? വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വേറെ അഫെയർ ഉണ്ടെന്ന അർത്ഥം? സാറി ചികഞ്ഞു ചികഞ്ഞു ചോദിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഈയിടെ മാലിന്യ ദിവസവും ഹരിനാമകീർത്തനം ജപിക്കുന്നുണ്ട്. അവളുടെ മനസ്സറിയണമെങ്കിൽ നേരിട്ട് ചോദിച്ചൂടെ? എന്തൊക്കെയാ പറയുന്നത്? ഐ ഡോണ്ട് മീൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് എ മിനിറ്റ്, ഞാനിന്ന് കടയിൽ കയറിയിട്ട് വരാം. ഓക്കെ. ഗുഡ് ഈവനിങ് ചേട്ടാ. നീയോ? എന്താ ഈ രാത്രിയിൽ? എന്താ വിശേഷം? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ റിവോൾവറിൽ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടോന്ന് നോക്കണം. ആരുടെ റിവോൾവറാണിത്? ഇത് എവിടുന്ന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ ആദ്യം ഒന്ന് എക്സാമിൻ ചെയ്യും. ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. പേടി ഉണ്ടായിട്ടൊന്നുമല്ല, പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വരുന്നു, ഒരു റിവോൾവർ കാണിക്കുന്നു, എക്സാമിൻ ചെയ്യാൻ പറയുന്നു. വാട്ട് ഹാപ്പൻ ടു യു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ വന്നേ.